ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്നാൽ അവ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മൾ അവയെ സമീപിക്കുന്ന രീതി അനുസരിച്ചായിരിക്കും. ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും. അതുവരെ കരുതിയതല്ല സത്യമെന്ന് തിരിച്ചറിയുമ്പോൾ ഒന്നുകിൽ എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കവും. സാഹചര്യം എല്ലാവരെയും മനസ്സിലാക്കാൻ സഹായിക്കും. എന്നാൽ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ വിജയത്തെ തലയിൽ കയറാനും പരാജയത്തെ ഹൃദയത്തിൽ കയറാനും ഒരിക്കലും അനുവദിക്കരുത്. രണ്ടും നമ്മുടെ നാശത്തിന് കാരണമാകും. വിശ്വാസം എന്നത് നേടിയെടുക്കാൻ വർഷങ്ങളുടെ പരിശ്രമം ആവശ്യമാണ്. എന്നാൽ നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മാത്രം മതി. എനിക്ക് ആരുമില്ല എന്നതിൽ നിന്നും എനിക്ക് ഞാനുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറയാം. വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്ത് വിജയിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുകളുടെ കുറവുകൾ പറഞ്ഞുകൊണ്ടാവരുത് നമ്മുടെ ജയം. ഒരാൾ നിങ്ങളോട് വളരെ മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓർക്കുക, എത്ര മധുരിച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. ആരിൽ നിന്നും അധികമൊന്നും ആശിക്കരുത്. കാരണം ആശയുടെ പലിശ എത്ര അടച്ചാലും തീരാത്ത നിരാശ മാത്രമായിരിക്കും. ജീവിതത്തിൽ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അമിതമായി ആരെയും ആശ്രയിക്കാതിരിക്കുക. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. എപ്പോഴും കൂടെയുള്ളതിനെ ചേർത്ത് പിടിക്കുക. വരാനിരിക്കുന്നത് എന്തുമാവട്ടെ, അതിൽ പ്രതീക്ഷ അർപ്പിക്കുക. വീണു പോകുന്നത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷെ വീണെടുത്ത് തന്നെ കിടക്കുന്നത് നിങ്ങളുടെ പിഴവാണ്. പറക്കാനുള്ള ചിറകുകൾ സമൂഹം വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ പേരിൽ കരഞ്ഞ് തളർന്നിരിക്കരുത്. ചിറകുകൾ സ്വന്തമായി തുന്നുക. അതിരുകളില്ലാത്ത ആകാശത്ത് പറന്നുല്ലസിക്കുക. തൊട്ടാവാടി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. എത്ര പ്രാവശ്യം തളർന്നു പോയാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വീണ്ടും കരുത്തോടെ ഉയർത്തെണീക്കും. അതുപോലെ ആകണം നമ്മളും. തളർന്നു പോകുന്നതല്ല പരാജയം, വീണ്ടെടുക്കാതിരിക്കുന്നതാണ് പരാജയം. മുറിവേൽപ്പിച്ച ഓർമ്മകളെ കാത്തു സൂക്ഷിക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി തോൽക്കപ്പെടാതിരിക്കാൻ. കള്ളം പറയാനും നല്ലതുപോലെ അഭിനയിക്കാനും അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ മറുപടി ഇതായിരുന്നു: ഏറ്റവും അടുത്തുള്ളവർ ആരും ഉപേക്ഷിച്ചു പോവില്ല. ഉപേക്ഷിച്ചു പോയവർ ആരും നമ്മുടേതായിരുന്നില്ല. വേദന ശരീരത്താണെങ്കിലും മനസ്സിലാണെങ്കിലും സ്വയം അനുഭവിച്ചവർക്കല്ലാതെ അതിൻ്റെ തീവ്രത ആർക്കും മനസ്സിലാവില്ല. ആത്മാർത്ഥതയില്ലാത്ത സ്നേഹബന്ധങ്ങളിൽ നിന്നെല്ലാം സ്വയം ഒഴിഞ്ഞു മാറണം. നമ്മളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന വാശിയിൽ തേടി വരുന്ന സ്നേഹത്തെ ചേർത്ത് പിടിക്കണം. അത് പ്രണയമായാലും സൗഹൃദമായാലും. ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കുന്നവനല്ല, അത് തിരുത്താൻ മനസ്സ് കാണിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ജീവിതത്തിൽ ഏറ്റവും വലിയ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്ന വാശി.